നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയുടെ കൊൽക്കത്ത പ്രോഗ്രാമിൽ പ്രശ്നങ്ങളുണ്ടായി, ആകെ ഇഷ്യൂ ആയി. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ CM മമതാ ബാനർജി പ്രോഗ്രാമിൻ്റെ ഓർഗനൈസറെ അറസ്റ്റ് ചെയ്തു. ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരികെ കൊടുക്കും എന്ന് ഉറപ്പെഴുതി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വെസ്റ്റ് ബംഗാൾ DGP അറിയിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞാണ്. ഇപ്പോഴിതാ AFF സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവർ അതിലെടുത്ത് പറയുന്ന കാര്യം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റിമെയിൻ അവർ ടോപ്പ് പ്രയോറിറ്റി ഫോർ ഓൾ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. AFF സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്ന ഇതാണ്: ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡീപ്ലി കൺസേൺഡ് ആണ്. ഇന്ന് വിവേകാനന്ദ യുവ ഭാരതി ക്രീഡാങ്കൻ സ്റ്റേഡിയത്തിൽ, അതായത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ വളരെ ഡീപ്ലി കൺസേൺഡ് ആണ്. അവിടെ ആയിരക്കണക്കിന് ഫുട്ബോൾ ഫാൻസ് ഫുട്ബോൾ ലോകത്തിൻ്റെ താരമായ ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു. മെസ്സി, ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡിപോൾ എന്നിവരെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഒരു പ്രൈവറ്റ് ഈവൻ്റാണ്. ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു PR ഏജൻസിയാണ്. AFF ഇതിൻ്റെ ഓർഗനൈസേഷനിലോ പ്ലാനിങ്ങിലോ എക്സിക്യൂഷനിലോ ഒരു തരത്തിലും പങ്കാളിയായിട്ടില്ല. കൂടാതെ ഈ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് AFFനെ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ AFFൽ നിന്ന് ഒരു തരത്തിലുള്ള ക്ലിയറൻസും അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ അറ്റൻഡീസിനോടും ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഫുൾ കോപ്പറേഷൻ, പൂർണ്ണമായിട്ടുള്ള സഹകരണം റെലവൻ്റ് അതോറിറ്റീസുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ നേരായ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണം. ദി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്ഡ് മസ്റ്റ് റിമൈൻ ദി പാരമൗണ്ട് പ്രയോറിറ്റി എന്ന് AFFൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. ഏതായാലും ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണ്. ഫുട്ബോൾ കളിയല്ല നടന്നത്. ഒരു മെസ്സി, സുവാരസ്, റോഡ്രിഗോ ഡിപോൾ എന്നിവരെയൊക്കെ പ്രോഗ്രാമിൽ അണിനിർത്തി പറഞ്ഞു വിടുന്ന ഒരു പ്രൈവറ്റ് പ്രോഗ്രാമാണ്. അതിനെന്തിനാണ് AFFൻ്റെ ക്ലിയറൻസ് എന്ന് എനിക്കറിയില്ല. ഏതായാലും AFFനെ അറിയിച്ചിട്ടില്ല, ഞങ്ങളിതിൻ്റെ ഭാഗമല്ല എന്ന് AFF പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൈയൊഴിയുക എന്ന് പറയാനില്ല, കാരണം AFF ഇതിൽ ഭാഗമല്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗം ആയിട്ടുള്ളത് ഓർഗനൈസറാണ്. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് DGP പറയുന്നു. പിന്നെ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ കീഴിൽ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ CM. അപ്പോൾ ചെയ്യേണ്ടവർ അവരവരുടെ പണി അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം രാജ്യത്തെ ഡൊമസ്റ്റിക് ലീഗ് പോലും നടത്താൻ പറ്റാത്തൊരു ഫെഡറേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കളിക്കാറുണ്ട്. ആ കൂട്ടത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നേ ഇതിനെ കാണേണ്ടതുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.